അസ്സലാമു അലൈക്കും റഹ്മത്തുള്ള. ഇവിടെ സലഫിങ്ങളെ വാദേന്ദ്രൻ പഠിക്കാത്ത മുസ്ലിയാക്കന്മാർ അങ്ങനെ ഇതൊരു വീഡിയോ ക്ലിപ്പിൽ പ്രചരിപ്പിക്കലായിട്ടിക്കറ്. സലഫിങ്ങ ഇപ്പോൾ കറാമത്തിന് അംഗീകരിച്ച് അറിയിച്ചുകൊണ്ടായിട്ടിക്കറ്. സലഫിങ്ങ എപ്പം കറാമത്തിന് അംഗീകരിച്ചിട്ടേ ഉള്ളായിട്ടിക്കറ്. അതിനിങ്ങ പഠിക്കാതെ പ്രോബ്ലം ആയിട്ടിക്കറ്. സലഫിങ്ങ എവിടെ കറാമത്ത് നിഷേധിച്ചിട്ടില്ലേ, മൂജിസത്ത് നിഷേധിച്ചിട്ടില്ലേ, അത് നിങ്ങൾ പച്ച കളവാറോപ്പായിട്ടിക്കറ്. ഇവിടെ കറാമത്തില്ല, അങ്ങ് മൂജിസത്തില്ല, അങ്ങ് സ്വലാത്തില്ല, അങ്ങ് ദിക്റില്ല, ഇങ്ങനെ അങ്ങ് ഖബർ സിയാറത്തില്ല, ഇങ്ങനെ കള്ള പ്രചാരമാക്കിയിട്ടായിട്ടിക്കറ്. ഇങ്ങനെ ഇതുവരെക്ക് മുന്നുള്ള പോയിട്ടില്ല. നോക്കറു സലഫിങ്ങളെ ക്ലാസ്സിലെ ആയിട്ടിക്കറ് കറാമത്തെക്കുറിച്ച് വ്യക്തമായി പഠിപ്പാട്ടി കൊടുക്കുന്നത്. പക്ഷേ അവിടെ എന്തിനായിട്ടിക്കറ് നിഷേധിക്കറ്. കറാമത്തിൻ്റെ പേരിൽ ആക്കറെ പോലത്തേതായ ചൂസന ബിസിനസ് ആയിട്ടിക്കറ്. ഒരു വ്യക്തിയോട്ട് കറാമത്ത് പ്രകടമായിട്ട് അത് സത്യാശം മനസ്സിലായ കണ്ടേ നങ്ങുള്ള സ്വരേന്ദ്രേ അങ്ങനെ വിളിച്ച് പ്രാർത്ഥിക്കുക, അങ്ങോട്ട് സഹായിക്കുക, അങ്ങ് മക്കളെ തണ്ടറ്, അങ്ങ് കുട്ടിയെ തണ്ടറ്, അങ്ങ് പെണ്ണിക്കിടാവിടെ ആണിക്കിടാവാക്കിടാറ്, പിന്നെ മുണ്ടുവായത്ത് മൂത്രബീത്തേണ്ട മലബണ്ട്, അങ്ങനെ ലോകം നിയന്ത്രിക്കാറ്, പിന്നെ അങ്ങ് മക്കളില്ലാത്ത മക്കളെ കൊടുക്കാറ്, അങ്ങ് വീസ സമാക്കിടാറ്, അങ്ങ് പിന്നെ ഫ്ലൈറ്റ് കൺട്രോൾ ആക്കാറ്, അടക് കൺട്രോൾ ആക്കാറ്. അങ്ങനെമ്മ അങ്ങ് കറാമത്ത് ചൊന്നിട്ട് അങ്ങനെ ഏജൻറ്റ് സൊറാക്കുക അങ്ങ ഒരു വ്യക്തി ഒരു ഔലിയ വെക്കുണ്ടായെങ്കിൽ അയാൾ ഞങ്ങൾ ഏജൻറ്റ് സൊറാക്കുക ഇട്ടിക്കറ് ഉള്ളേണ്ട നിങ്ങളെ കണക്കിൽ അങ്ങനെ നല്ല സലഫിങ്ങ പഠിപ്പാട്ട് അതിനായിട്ടിക്കറ് നിഷേധിക്കറ്. കറാമത്ത് ഒരു വ്യക്തിക്ക് പ്രകടമായിട്ട് കണ്ടിട്ട് അങ്ങനെ ആപത്ത് ഘട്ടത്ത് അള്ളാഹു അങ്ങോ സഹായിക്കറ. അതായിട്ടിക്കറ് അബ്ബാദുല്ലാഹു പോലത്തെ രണ്ട് സ്വഹാബിങ്ങ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ക്ലാസ് കഴിഞ്ഞിട്ട് അങ്ങ് ജാവുക്ക് ഇങ്ങനെ ചിമ്മേൽ പോകുമ്പോത്തുകൂ അങ്ങനെ തലയുടെ മേലെ ഒരു പ്രകാശ പ്രകട്ടാവുള്ളൂ. അങ്ങ് ചിമ്മേൽ പോകുമ്പോൾ ഇരുട്ട് ചിമ്മൽ അപ്പായിട്ട് ഞങ്ങൾ ഔത്തു പോകേണ്ട രണ്ട് മാർഗത്ത് രണ്ട് സ്വഹാബിങ്ങ പോകുമ്പോൾ രണ്ട് ഭാഗമായിട്ട് ഞങ്ങൾ ഔത്തു തോല പ്രകാശ എത്തിയിട്ട് അത് മായാവിടു. അങ്ങോ പോലും കൊത്തില്ല, അങ്ങനെ കയ്യിൽ പെട്ടതല്ല കറാമത്ത്. അള്ളാഹു അങ്ങനെ ആപത്ത് ഘട്ടത്തിൽ അങ്ങ് സഹായിച്ചായിട്ടിരിക്കുക. അങ്ങനെ പിത്യാൻ റസൂലിലോട്ട് വന്ന് ചൊന്നപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ല അള്ളാഹു നിങ്ങളെ ഗൗരവിച്ച ബഹുമാനിച്ചാണ്ടായിട്ടിരിക്കുക. അള്ളാഹു ആദരിക്കലായിട്ടിരിക്കുക. ഞങ്ങളെ അങ്ങ് അള്ളാഹു പേരുമായിട്ട് ഭയപ്പെട്ട് ജീവിച്ചപ്പ അങ്ങോട്ട് അള്ളാഹു കൊടുക്കുന്ന ഒരു ഗൗരവമായിട്ടിരിക്കുന്നത് ആ കറാമത്ത് ചൊല്ലേത്. അതുപോലെ ആയിട്ടിരിക്കുക ആസിം റളിയല്ലാഹു വഫാത്തായപ്പ ആ ആസിം റളിയല്ലാഹുവിൻ്റെ പിന്നെ ശരീരത്തൊരു ഭാഗ കൊത്തിയോ പറക പേരുമായിട്ട് കുറേശ്ശിങ്ങൾ കടത്തിയപ്പോൾ അള്ളാഹു ആ ശരീരത്തെ മയ്യത്തെ സംരക്ഷിക്കലായിട്ടിരിക്കുക. എങ്ങനെ തേനീച്ച കൊണ്ടുവന്നിട്ടായിട്ടിരിക്കുന്നത്, തേനീപ്പരെ കൊണ്ടിട്ടു ആ മയ്യത്തെ സംരക്ഷിപ്പത്, അതായിട്ടിരിക്കുന്ന കറാമത്ത്. അതുപോലെ മറിയമ്മ ബീവിക്ക് പിന്നെ വ്യഭിചാരോപം വന്നപ്പോൾ ഈസാ നബി അലൈഹിസ്സലാമിൻ്റെ അള്ളാഹു പലക്കരിപ്പാട്ടിട്ട് മറിയമ്മ ബീവിയുടെ രക്ഷപ്പെടുത്തത്, ഇതായിട്ടിരിക്കുന്ന കറാമത്ത്. ജുറൈസ് റളിയല്ലാഹു വ്യഭിചാരോപം വന്നപ്പോൾ ജുറൈസ് റളിയല്ലാഹുവിനൂടെ പിന്നെ ആ വ്യഭിചാര ആരോപത്തിൽ രക്ഷപ്പെടുത്തൽ അങ്ങനെ അള്ളാഹു ആക്കി എതിരിലുള്ള ആ ഭയത്തുള്ള കിടാവിടെ പലക്കര മൂലക്കായിട്ടിരിക്കുന്നത്. അപ്പം അങ്ങ് പോലും ഗൊന്തില്ലാണ്ട് അള്ളാഹു ഭയപ്പെട്ട് ജീവിച്ച പോലത്തെ ആൾമാരെ അങ്ങനെ ആപത്ത് ഘട്ടത്തിൽ അള്ളാഹു അങ്ങ് സഹായിക്കുന്നതായിട്ട് അങ്ങുക അള്ളാഹു അങ്ങനെ രക്ഷപ്പെടുത്തലായിട്ട് ഞങ്ങൾ ആപത്ത് ഘട്ടത്തിൽ അങ്ങനെ പിന്നെ അള്ളാഹു കൊടുക്കുന്ന കാവലായിട്ടിക്കറ്. അതായിട്ടിക്കറ് കറാമത്ത്, അതായിട്ടിക്കറ് മനസ്സിലാക്കൂല്ലേ. അങ്ങനെ ബുദ്ധിമുട്ടുകൾ അല്ലാണ്ട് നിങ്ങളെ ഏജൻറ്റ് സ്വരെടുക്കൂ, നിങ്ങൾ വിളിച്ചപ്പ അങ്ങ് വന്നിട്ട് നിങ്ങൾ സഹായിക്കൂ, നിങ്ങൾ മക്കളെ തരകൂ, നിങ്ങൾ കുട്ടിയെ തരകൂ, നിങ്ങളെ പെണ്ണിക്കിടാവിടെ ആണിക്കിടാവാക്കൂ, നിങ്ങളെ വീസ സമാക്കി തരൂ, നിങ്ങളെ SLC പാസ്സാക്കി തരകൂ, നിങ്ങളെ മക്ക മങ്ങിലായില്ല അങ്ങനെ മക്ക പൊതു തേടി മങ്ങിലാക്കി തരകൂ. ഇതല്ല. അതുകൊണ്ടായിട്ട് അതിനായിട്ട് നിഷേധിക്കരുത്. മാത്രമല്ല ഇണ്ട് എന്ത് കറാമത്ത് ചൊന്ന് പ്രചാരാക്കൂല. ഇണ്ട് കറാമത്ത് പ്രചാരാക്കടെ അങ്ങനെ കറാമത്ത് അരിപ്പാടി കൊടുക്കുക അല്ല. ഇണ്ട് പ്രചാരാക്കടെ എന്ത് കണ്ടെങ്കിൽ ആ കറാമത്ത് ചൊല്ലിൻ്റെ പേരിൽ അവിടെ ആൾമാർ വന്ന് പ്രാർത്ഥിക്കണു, അവിടെ നേർച്ച കൊടുക്കണു, അവിടെ സഹായത്തേട്ടാക്കിയിട്ട് അവിടെ ബെല്ലിൻ്റെ കണ്ണ് കാല് ഉൽബ ഊതുപത്തിയെല്ലാം കൊടുത്തിട്ടു അവിടെ ഒരു ജീവനത്ത് ഒരു തെരുവാക്കി ഉണ്ടത്. കറാമത്തിൻ്റെ പേരിൽ ജീവനത്ത് ഒരു തെരുവാക്കി ഉണ്ടതായിട്ട് ഇന്ന് വിരോധിക്കപ്പെട്ടത്. കറാമത്തിൻ്റെ പേരിൽ ജീവനത്ത് ഒരു തെരുവാക്കിയുണ്ട്. അവിടെ ദർഗത്ത് പണ്ട പോലത്തെ വരമാനത്തിൽ ജീവിക്കുന്ന പോലത്തേതായ പണ്ഡിതന്മാർ, അതുകൊണ്ടിട്ട് ഞങ്ങളെ കുടുംബ പോലത്തേതായ ആൾമാർ കോട്ടിലെ വരമാനായിട്ട് അവിടെ പിന്നെ കറാമത്തിൻ്റെ പേരിൽ പ്രചാരമാക്കിയിട്ട് അങ്ങനെ കറാമത്ത് അങ്ങനെ ഞങ്ങൾ കറാമത്ത് ഇങ്ങനെ ചുണ്ട് ആൾമാരെ അവിടെ അട്രാക്ഷൻ ആക്കിയിട്ട് അവിടെ പൈസ ഉണ്ടാക്കുക വ്യാപാരമാക്കുക വേണമായിട്ടായിരിക്കും കറാമത്തിന് ഉപയോഗമാക്കിയുള്ളൂ. അതിനായിട്ട് സമുദായങ്ങളെക്കുറിച്ച് സൂറത്തുൽ കഹ്ഫിലും മറ്റും ഉദ്ധരിക്കപ്പെട്ടതുപോലെ എന്ന് ഇബ്നു തൈമിയ്യ പറയണത് അഹ്ലു സുന്നത്ത് വൽ ജമാഅ വിശ്വസിക്കുന്ന കാര്യങ്ങളിൽപ്പെട്ടതാണ്, അതിൻ്റെ അടിസ്ഥാനങ്ങളിൽപ്പെട്ടതാണ്. കറാമത്ത് അത് മരണാനന്തരവും ചിലരുടേത് ഫലിക്കും, കണ്ടെന്നിരിക്കും. അതിൽ ഇപ്പോൾ അംർ ഇബ്നുൽ ജമൂഹിനെയും അതേപോലെ തന്നെ ജാബിർ റളിയല്ലാഹുവിൻ്റെ വാപ്പ അബ്ദുല്ലാഹ് ഇബ്നു ഹറാമിനെയും അവരെ ഒരു ഉഹദ് യുദ്ധാനന്തരം ഒരു ഖബറിലാണ് മറമാടിയത്. പിന്നെ ജാബിർ റളിയല്ലാഹു തആല അൻഹുവിന് സ്വന്തം പിതാവിനെ മാറ്റി മറമാടണം തോന്നിയിട്ട് 6 മാസങ്ങൾക്ക് ശേഷം ആ ഖബർ തുറന്ന് വാപ്പനെ എടുക്കുന്നുണ്ട്. 2 മയ്യത്തുകളിലും ഒരു കേടുപാട് സംഭവിച്ചിരുന്നില്ല എന്നുള്ളതാണ്. ചെവിയുടെ ഭാഗത്ത് ചില അടയാളങ്ങളല്ലാതെ മറ്റൊരു കേടുണ്ടായിരുന്നു. അതുണ്ടാവും, അങ്ങനെ ഉണ്ടായി എന്ന് വരും, മനസ്സിലല്ലേ. വേറെയും അതിൻ്റെ ഉദാഹരണങ്ങൾ കാണാൻ സാധിക്കും. ഇപ്പം ഈ കിടങ്ങിൽ
പിന്നെ ഇന്ധനം നിറച്ച് വിശ്വാസികളെ ചുട്ടുകൊന്ന ഈ സംഭവം ഉണ്ടല്ലോ, ഖുതില അസ്ഹാബുൽ ഉഖ്ദൂദ് അന്നാരിദാത്തിൽ വഖൂദ് എന്ന് പറയുന്ന സംഭവം. ആ സംഭവത്തിന് നിദാനമാകുന്ന ഒരു സംഭവം എന്താണ്, ഒരു കുട്ടിയുടെ കഥയാണ്. കുട്ടി ഒരു വലിയായിരുന്നു. അവസാനം ആ കുട്ടിയാണല്ലോ ക്രൂശിച്ചത്. ആ കുട്ടിയെ രാജാവ് കൊല്ലം എന്ന് ശഠിച്ചപ്പോൾ കുട്ടി പറയാണ്, രാജാവിന് എന്നെ കൊല്ലണമെന്നുണ്ടെങ്കിൽ എൻ്റെ ആവനാഴിയിൽ നിന്നൊരു അമ്പെടുത്ത് എന്നെ എല്ലാവരും കാണുന്ന രീതിയിൽ പ്രതിഷ്ഠിച്ച് എൻ്റെ ഇവിടെ ആ അമ്പ് ബിസ്മില്ല റബ്ബിൽ ഗുലാം, ബിസ്മില്ല റബ്ബിൽ ഗുലാം എന്ന് പറഞ്ഞ് എഴുതാൽ മാത്രമേ സാധിക്കുള്ളൂ എന്ന് പറയാം. അപ്പോൾ പിന്നെ അങ്ങനെ ചെയ്യണം. രാജാവിനെ അവിശ്വസിക്കുമോ എന്നുള്ളതായിരുന്നു രാജാവിൻ്റെ പേടി, നാട്ടുകാർ. അതുകൊണ്ടാണ് കുട്ടീനെ കൊല്ലാൻ ക്ഷണിച്ചത്. അവസാനം ബിസ്മില്ല റബ്ബിൽ ഗുലാം എന്ന് പറഞ്ഞ് കുട്ടി ഷഹീദായി. കുട്ടീനെ അമ്പ ചെയ്തു, കുട്ടി ഷഹീദായപ്പോൾ ജനങ്ങളൊന്നായിട്ട് ഇസ്ലാം സ്വീകരിക്കുകയാണ് ചെയ്തത്. ആമന്ന ബി റബ്ബിൽ ഗുലാം, കുട്ടിയുടെ റബ്ബിൽ ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു. ശരി, ആ കുട്ടിയുടെ ചരിത്രം പറയുമ്പോൾ പിൽക്കാലത്ത് പിന്നെ അതിൻ്റെ ഭൗതിക ശരീരം കേടാവാതെ കാണപ്പെട്ടു എന്നുള്ളതാണ്. അത് ഇമാം മുസ്ലിം നിവേദനം ചെയ്യുന്ന ഹദീസിൽ വായിക്കാൻ സാധിക്കും. അങ്ങനെ ഉണ്ടാവും കറാമത്തിന്. അതിന് ഒരു മുഖമല്ല, വിവിധ മുഖങ്ങളാണുള്ളത്. വിവിധ മുഖങ്ങളാണുള്ളത്. പക്ഷേ ആളുകളിൽ എപ്പോഴും ചില പിന്നെ ഈ ആത്മീയ കച്ചവടക്കാരുടെ ചില ചിത്രീകരണങ്ങളുണ്ട്. അത് മാത്രമാണ് ചിലരുടെ മനസ്സിലുള്ളത്. ആ കച്ചവടങ്ങളാണ് പലരിലും പിന്നെ കറാമത്തായിട്ട് സ്വാധീനിച്ചിട്ടുള്ളത്. അതൊരു വിഷയമാണ്. തയ്യബ്, സൂറത്തുൽ കഹ്ഫിൽ തന്നെ പിന്നെ ഖദിർ മൂസ അലൈഹിസ്സലാം ഒരു നാട്ടിലൂടെ പോണില്ലേ, അപ്പോൾ ഒരു മതിൽ ശരിയാക്കണില്ലേ. വാമൽ ജിദാറു ഫക്കാനിലെ ഗുലാമ ഇനി യതീമൈനി ഫിൽ മദീനത്തി വകാന തഹ്തഹു കൻസുൽ ലഹുമ വകാന അബൂഹുമാ സാലിഹ ഫഅറാദ റബ്ബുക അയ്യബ്ലുഗാ ശുദ്ധഹുമാ വയസ്തഖ്രിജാ കൻസുഹുമാ റഹ്മത്തൻ മിൻ റബ്ബിക. ആ സാലിഹായ വാപ്പാൻ്റെ കറാമത്താണത് മരണാനന്തരം അവിടെ തെളിഞ്ഞത്. ഏതായാലും വിശുദ്ധ ഖുർആനിൽ പിന്നെ ഇങ്ങനെ കുറേ ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. അതേപോലെ വാൻ സദ്രി ഹാദിഹിൽ ഉമ്മത്തി മിന സഹാബ, ഈ ഉമ്മത്തിൻ്റെ സദറിൽ, ഈ ഉമ്മത്തിൻ്റെ സദർ തന്നെ തുടക്കം, അത് സഹാബികളാണ്. വത്താബിയും താബിയങ്ങളാണ്. അവരിൽ നിന്നൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, കറാമത്തുകൾ ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. സഹാബികൾ നമ്മൾ ചിലതൊക്കെ പറഞ്ഞില്ലേ, ധാരാളം വിഷയങ്ങൾ സഹാബികളിൽ നിന്ന് ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. അതേപോലെ താബിയങ്ങളിൽ നിന്ന് ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിൻ്റെ വീട്ടിൽ 3 പേർ വിരുന്നുകാരായി വന്നപ്പോൾ ഭക്ഷണം കുറവാണ്, അദ്ദേഹം വിസമ്മതിച്ചു. പക്ഷേ അതിഥികൾ അബൂബക്കർ റളിയല്ലാഹു അൻഹു വരണം എന്നുള്ളത് ക്ഷണിച്ചു. അവസാനം പിന്നെ അബൂബക്കർ റളിയല്ലാഹു അൻഹു ഇരുന്നു, അതിഥികളിരുന്നു, ഭക്ഷണം കഴിച്ചു. ഭക്ഷണം അതേപോലെ ശേഷിച്ച ഒരു ചരിത്രം അത് സഹിയായി ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ വിഷയത്തിൽ ധാരാളം നമ്മൾ എപ്പോഴും ശ്രവിക്കുന്നതാണ്. അദ്ദേഹത്തിൻ്റെ പിന്നെ ഇൽഹാമിൻ്റെയും അതേപോലെ തന്നെ അദ്ദേഹത്തിന് ഈ പിന്നെ ശരി ഉത്തരം അരുളപ്പെടുന്നതിൻ്റെയും ഒക്കെ ഒരു ചരിത്രങ്ങൾ, ഉദാഹരണങ്ങൾ. അതേപോലെ താബിഈങ്ങളുടെ വിഷയത്തിൽ ഉവൈസുൽ ഖർണി ഇസ്തിഗ്ഫാറിന് ഉത്തരം നൽകപ്പെടുന്ന വ്യക്തിയാണ് നമ്മൾ വായിക്കേണ്ടത്. താബിഈങ്ങളിൽപ്പെട്ട ആളാണ്. അബൂ മുസ്ലിമുൽ ഖവലാനി അസ്വദുൽ അനസി പിന്നെ നുബുവത്ത് വാദിച്ചപ്പോൾ, പ്രവാചകത്വം വാദിച്ചു നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലശേഷം അസ്വദുൽ അനസി നുബുവത്ത് വായിച്ചപ്പോൾ അതിനെ ശക്തിയുക്തം എതിർത്ത ആളായിരുന്നു അബൂ മുസ്ലിമുൽ ഖവലാനി. അങ്ങനെ അബൂ മുസ്ലിമുൽ ഖവലാനി തന്നെ കൂട്ടാക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ അസ്വദുൽ അനസിയും അയാളുടെ അനുയായികളും ഒരു തീക്കുണ്ടാരം ഒരുക്കുകയാണ്. വലിയ തീക്കുണ്ടാരം ഒരുക്കിയിട്ട് അബൂ മുസ്ലിമുൽ ഖവലാനി അതിൽ എറിഞ്ഞു എന്നാണ്. പക്ഷേ അബൂ മുസ്ലിമുൽ ഖവലാനി പിന്നെ തീയേൽക്കാതെ ചൂടേൽക്കാതെ അതിൽ നിന്ന് സുരക്ഷിതനായിട്ട് അദ്ദേഹം രക്ഷപ്പെടുക ചെയ്തത്. മനസ്സിലായില്ലേ? അത് പ്രതിയോഗികൾക്ക് വലിയൊരു ഞെട്ടലുണ്ടാക്കിയെന്ന് മാത്രമല്ല, അവർ പലരും നന്നാവാൻ കാരണമായി. അബൂ മുസ്ലിമുൽ ഖവലാനി ഈ സംഭവത്തിന് ശേഷമാണ് മദീനയിൽ വരുന്നത്. അന്ന് ഉമർ റളിയല്ലാഹുവിൻ്റെ ഭരണകാലമാണ്. അപ്പോൾ ഉമർ റളിയല്ലാഹു തആല അൻഹു അബൂ മുസ്ലിമുൽ ഖവലാനിയെ മദീനയിൽ സ്വീകരിച്ചത് അൽഹംദുലില്ലാഹ് അള്ളാഹനെ സ്തുതിച്ച് പിന്നെ മുഹമ്മദ് നബിയുടെ ഉമ്മത്തിൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മത്തിൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയ്ക്ക് ഏറ്റ പരീക്ഷണമേറ്റ ഒരു വ്യക്തിയെ സൃഷ്ടിച്ച അള്ളാഹുവിന് സർവസ്തുതിയും എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹത്തെ എന്ത് ചെയ്ത് മദീനയിൽ സ്വീകരിച്ചത്. അബൂ മുസ്ലിമുൽ ഖവലാനിയുടെ ചരിത്രത്തിൽ ഒരു
ശരിയായി ഉദ്ധരിക്കപ്പെടുന്ന ചരിത്രമാണത്. പിന്നെ അത് അദ്ദേഹത്തിൻ്റെ കറാമത്താണ്, അത് താപീയങ്ങളാണ്. ഏതായാലും വസായിറു ഖുറൂനിൽ ഉമ്മ, ഈ ഉമ്മത്തിൻ്റെ ഇതര തലമുറകളിലും എന്തുണ്ടായിട്ടുണ്ട്? കറാമത്തുകൾ പലതും ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. അഹ്ലു സുന്നത്തി വൽ ജമാഅത്ത് ഒരിക്കലും എന്താക്കില്ല, ഈ കറാമത്തുകളെ എന്ത് ചെയ്യൂല, അവിശ്വസിക്കുന്നവരല്ല മുഅ്തസിലികളെ പോലെ സമ്മതിക്കുന്നതാണ്. പക്ഷേ എന്തു വേണം? തഹാവി പറഞ്ഞതുപോലെ, ഇമാം തഹാവി, അബൂ ജാഫർ തഹാവി പറഞ്ഞതുപോലെ കറാമത്ത് സ്ഥിരപ്പെടണം. വസഹ അനി സിഖാതി മിൻ റിവായത്തിഹിം, വിശ്വസ്തരെ തൊട്ട് അവരുടെ റിവായത്തുകൾ സഹിയായി വരണം. മനസ്സിലായില്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു മുഅ്ജിസത്ത് ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ എങ്ങനെയാ അത് നമ്മൾ അഗ്രി ചെയ്യണത്? സഹിഹായ സനദിൽ ഉദ്ധരിക്കപ്പെട്ടതാണ്. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒഴിച്ചുള്ള ബാക്കിയുള്ളവരുടെ വിഷയത്തിൽ വരുന്ന പിന്നെ ഈ അത്ഭുത പ്രവർത്തികൾ എന്ന ആളുകൾ വിശേഷിക്കുന്നതായ കാര്യങ്ങൾ സ്വീകരിക്കണമെങ്കിൽ തീർച്ചയായും എന്ത് വേണം? അതിൻ്റെ റിപ്പോർട്ട് സഹിഹായി ഉദ്ധരിക്കപ്പെടുക തന്നെ വേണം. അതിൽ ഒരു ഇഷ്കാലുമില്ല. വഹിയ മൗജൂദത്തുൻ ഫീഹാ ഇലാ യൗമിൽ ഖിയാമ എന്നാണ്. വഹിയ കറാമത്ത് മൗജൂദത്തുൻ ഫീഹാ, മുസ്ലിം ഉമ്മത്തിൽ കാണപ്പെടും. ഇലാ യൗമിൽ ഖിയാമ, അന്ത്യനാൾ വരേക്കും കറാമത്ത് കാണപ്പെടും. അതിൻ്റെ ഒരു ഉദാഹരണമാണ് ദജ്ജാൽ വരുമ്പോൾ, ദജ്ജാൽ ഇവിടെ അന്ത്യനാളിൻ്റെ അലാമത്തായിട്ട് വരുന്ന സന്ദർഭത്തിൽ ഒരു വിശ്വാസിയെ ദജ്ജാൽ വധിക്കുന്നുണ്ട്. കാരണം ദജ്ജാലിനെ കൂട്ടാക്കൂല, ദജ്ജാലിനെ കൂട്ടാക്കൂല. ദജ്ജാൽ വന്നാൽ ആളുകൾ ഒന്നായിട്ട് ചെന്നിട്ട് അതിൽ വീഴുകയായിരിക്കും. കാരണം ദജ്ജാലിൻ്റെ അത്ഭുത പ്രവൃത്തികൾ അങ്ങനെയാണ്. ഈ അത്ഭുത പ്രവൃത്തികൾ നടന്നിട്ടുണ്ടെങ്കിൽ വലിയനെ മാത്രമുള്ളതല്ല, പിന്നെയോ വലിയല്ലാത്തവർക്കും ഉണ്ട് അത്ഭുത പ്രവൃത്തികൾ. അള്ളാഹു സുബ്ഹാനഹു വ തആല കഴിച്ചുവിടുന്ന ചില പരീക്ഷണങ്ങളാണ്. അതിന് ഇസ്തിദ്റാജ് എന്നാ പറയാം. അപ്പോൾ ദജ്ജാൽ എന്ത് ചെയ്യും? ദജ്ജാൽ വന്നാൽ ആളുകളെ മരിപ്പിക്കും, ആളുകളെ ജീവിപ്പിക്കും. ജനസമക്ഷം മഴ പെയ്യാൻ പറയും, മഴ പെയ്യും. സസ്യലതാദികൾ മുളക്കാൻ പറയും, സസ്യലതാദികൾ മുളക്കും. വലിയ പരീക്ഷണമാണ് ദജ്ജാലിൻ്റെ. അപ്പോൾ ഒരു ആളെന്ത് ചെയ്യും? പിന്നെ മദീനയിൽ നിന്ന് ഇറങ്ങുന്ന ഒരാളും ദജ്ജാലിനെ അവിശ്വാസിയായിട്ട് മാത്രമേ കാണൂ. അപ്പോൾ അവസാനം അയാളെ രണ്ടാക്കി പിളർത്തിയിടും, അകറ്റിയിടും. എന്നിട്ട് പിന്നെ അയാളെ കൂട്ടും, യോജിപ്പിക്കും, ജീവിപ്പിക്കും. അപ്പോൾ അയാൾ പറയുമെന്നാണ്, എനിക്ക് കൂടുതൽ ബോധ്യപ്പെട്ടു നീയാണ് റസൂലുള്ളാഹി മുന്നറിയിപ്പ് നൽകിയ ദജ്ജാൽ എന്നാണ്. എന്നാൽ അയാൾ ആദർശത്തിൽ ഉറച്ചു നിൽക്കുന്ന ഒരു വിശ്വാസിയാണ് എന്നാണ്. അതൊരു കറാമത്താണ്. അങ്ങനെ അന്ത്യനാൾ വരേക്കും മുസ്ലിം സമുദായത്തിൽ എന്തുണ്ടാവും? കറാമത്തുണ്ടാകും. ഇതാണ് അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന്റെ അസ്ൽ എന്ന് അസ്ലുകളിൽ ഒന്ന് എന്ന് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹി